നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ സമ്പത്ത്. വലിയ ആവേശം പ്രവർത്തകർക്ക് നൽകി പ്രധാനമന്ത്രി മടങ്ങുന്നു. ഇരട്ടയക്കം കടക്കും സീറ്റുകളുടെ എണ്ണം എന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? ബിജെപി ഇത്തവണ കളം പിടിക്കുമോ? നമ്മുടെ ലോക്സഭയിലേക്ക് നടക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഇന്ത്യയിൽ എവിടെയായാലും അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അങ്ങനെ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി കൊണ്ടെത്തിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും തലപ്പത്തുള്ളത് ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും ലഭിക്കുന്നതായിട്ടുള്ള ഏത് സംസ്ഥാനത്തായിരുന്നാലും അത് സർക്കാരിൻ്റേതായിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സ്വീകരണങ്ങളായാലും മാധ്യമങ്ങളിൽ നാം നൽകുന്നതായിട്ടുള്ള സ്പേസ് ആയാലും അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ ഈ ചർച്ച പോലും ഈ വിധത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടം നമ്മൾ ചൂടുപിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. LDFന്റെ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി UDFന്റെയും NDA മുന്നണിയുടെയും എല്ലാം സ്ഥാനാർത്ഥികളെല്ലാം കളത്തിൽ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി നാം അറിഞ്ഞതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള നിങ്ങളുടെ എല്ലാം മാധ്യമപ്രവർത്തകരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു കൃത്യമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വീറും വാശിയും ചൂടും എരിവും പുളിയുമെല്ലാം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. പക്ഷെ അതിനു മുന്നേ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ മാത്രം ആരംഭിക്കുന്നതായ ഒരു കാര്യമല്ല. അതിനെല്ലാം തന്നെ മുമ്പ് തെരഞ്ഞെടുപ്പ് തന്നെ വരാനിരിക്കുന്നു എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ റാങ്ക് ആൻഡ് ഫയലിനെ ആ വിധത്തിൽ വെൽ ഓയിൽഡ് മിഷണറിയായി അതിന്റെ ആ ഒരു എക്സർസൈസിലേക്ക് തയ്യാറാക്കി എത്തിക്കുന്ന കാര്യങ്ങളിലുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ജനകീയ വിഷയങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ എപ്പോഴും വോട്ട് രേഖപ്പെടുത്തുന്നത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെങ്കിൽ രാജ്യത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ആ വിഷയങ്ങൾ നമ്മുടെ ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് അവരുടെ ജീവനും ജീവിതവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ജോലി, കൂലി എന്നുള്ളത്, വേതനം എന്നുള്ളത്, തൻ്റെ ജീവൻ, തൻ്റെ ജീവിതം, തൻ്റെ കിടപ്പാടം, തൻ്റെ ഭൂമി, തൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം, തൻ്റെ ഇണയുടെയും തൻ്റെ ബന്ധുമിത്രാദികളുടെയും എല്ലാം സംരക്ഷണം, താൻ അവരുടെ സാമൂഹ്യ സുരക്ഷ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സജീവമായ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നത് എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ ആ വിധത്തിൽ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് അത് പൊതുയോഗങ്ങളിലായാലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലായാലും നമ്മുടെ ഇതുപോലുള്ള വേദികളിലായാലും കുടുംബയോഗങ്ങളിലായാലും എന്തിന് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചർച്ചകളിൽ മാത്രമല്ല, ഒരു മനുഷ്യന്റെ മനസ്സിൽ തന്നെ അത്തരത്തിലുള്ള സ്വയം ചില ചിന്തകൾ അത്തരത്തിൽ അങ്കുരിക്കുന്നതിനെല്ലാം കാരണം ഇത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് വേള തന്നെയാണ് എന്നുള്ളത്. നമ്മളെല്ലാവരും തുല്യരാകുന്നത് ഒരു സമയത്ത് മാത്രമാണ്. ഇന്ത്യയിൽ എല്ലാ മനുഷ്യരും തുല്യരാകുന്നത് ഒരു സമയത്ത് മാത്രമാണ്. പ്രായപൂർത്തി വോട്ടവകാശവും നമ്മുടെ വോട്ടർ പട്ടികയിൽ പേരുമുള്ള എല്ലാവരും വോട്ട് രേഖപ്പെടുത്താനായി മുമ്പ് ബാലറ്റ് കയ്യിൽ കിട്ടുമ്പോൾ, ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ എല്ലാവരും തുല്യരാകുന്നത് ആ പൊളിറ്റിക്കൽ റൈറ്റ് എന്നുള്ളത് രാഷ്ട്രീയ അവകാശം നാം വിനിയോഗിക്കുമ്പോൾ മാത്രമാണ്. മറ്റൊരിക്കലും ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത് തന്നെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്നാണ് എങ്കിൽ പോലും രാഷ്ട്രീയമായോ സാമൂഹികമായോ സാമ്പത്തികമായോ ഇത്തരത്തിലൊരു തുല്യത എന്നുള്ളത് ആദ്യം മുതലുമില്ല, ഇപ്പോഴുമില്ല എന്നുള്ളത്. ആ തുല്യതയിലേക്കുള്ള ഒരു പ്രയാണത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ അത് ഫലവത്തായ ഒരു ഉപകരണമായി സാധാരണക്കാർക്ക് മാറട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇക്കാര്യത്തിൽ BJP അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളത് ശരിയാണ്. ആ ആഗ്രഹങ്ങൾ പങ്കുവച്ചോട്ടെ. അവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് വെച്ചു പുലർത്താം. എന്റെ ആഗ്രഹങ്ങൾ എനിക്ക് വെച്ചു പുലർത്താം. UDFന്റെ അവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് വെച്ചു പുലർത്താം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ മറ്റൊരു പ്രതിനിധി